അമ്മ ഉഗ്രം കുക്ക. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷ് എന്താ? ഫിഷ് മോളി. എനിക്ക് മല്ലികമ്മയുടെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, എന്നെ എന്റെ മരുമക്കള് പൂജിക്കണം, പോയിട്ട് പൂജിക്കണം. അമ്മ ഇന്റർവ്യൂല് മാത്രല്ല വെറുതെ പറയാറുണ്ട്, ഫോണൊക്കെ വിളിച്ച് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താണ് അമ്മ ഉണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ അമ്മ ചേച്ചിക്ക് പഠിപ്പിച്ചു തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു കുക്കിംഗ്? ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കൊന്നും എന്റെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ കുറെ കാലം ഹൈലൈറ്റ്സ് കിടക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ ഫിഷ് മോളി. ഫിഷ് മോളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അമ്മയുടെ പായസം ഭയങ്കര പോപ്പുലർ ആണ്. അത് എനിക്കൊന്ന് പ്രേക്ഷകർക്ക് തന്നെ അറിയാം. അമ്മ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് അമ്മയുടെ അമ്പലപ്പുഴ പായസം എന്ന് പറയുന്നത്. പിന്നെ ഇന്ദ്രനും അനിയനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സോയ സോസ് ക്യാപ്സിക്കം ഗ്രീൻ ചില്ലി ചിക്കൻ കറി ഉണ്ട്, എക്സ്ക്ലൂസീവ്. അപ്പം അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ചെമ്മീൻ തീയൽ, ഇതെല്ലാം അമ്മയ്ക്ക് വെക്കേണ്ട ഒരു രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കഴിക്കുമ്പോൾ, അതായത് മരുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ പരിപാടിയല്ല, കഴിക്കുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര വ്യത്യാസമാണല്ലോ, ഇത് എനിക്കും കൂടെ പഠിക്കണം എന്ന് തോന്നി നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ പറയും മോളെ ഇത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഇത് കറക്റ്റായിട്ട് ഇന്ന പാകത്തിലേ ഇത് ചേർക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരുമിച്ച് ഞങ്ങൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യാനുള്ള ഒരു ശ്രമമൊന്നും ഇതുവരെ അടുത്തിടെ ഒന്നും ഇല്ല. അതായത് ചേച്ചി ഇപ്പം ചേച്ചിയുടെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി തൊട്ട് മുമ്പ് നമുക്കൊരു ചേച്ചി ഒരു നന്നായിട്ടുള്ള ഒരു മൂവിയിലുള്ളൂ ചേച്ചി ഓൺ ദ കംബാക്ക്. അത് കഴിഞ്ഞിട്ട് വിച്ച് വാസ് ലൈക്ക് എ ബോളിവുഡ് മൂവി അല്ലേ? ഇംഗ്ലീഷ് ഹിന്ദി ഫിലിം. ഓക്കെ. അത് കഴിഞ്ഞ് ചേച്ചി നമ്മുടെ തുറമുഖത്തിൽ വരുന്നു, വിച്ച് വാസ് ഓൾസോ വെരി ഡിഫറെന്റ്. ചേച്ചിയുടെ ഏജിനെക്കാളൊക്കെ ഒരുപാട് മേളിലുള്ള, അല്ലെങ്കിൽ പൂർണ്ണം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു മൂവി ആയിരുന്നു. ആൻഡ് ഇതിലേക്ക് വരുമ്പോഴും വീണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തമിഴത്തി സെറ്റപ്പിലൊക്കെയുള്ള ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു റോൾ സെലക്ഷൻസ് ആണ്, ഇങ്ങനെ വളരെ വേരിയഡ് ആയിട്ടുള്ളതിലേക്ക് മാത്രം പോയാൽ മതി എന്നുള്ള ഒരു പേർപ്പസ്ഫുൾ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണോ? ഒരിക്കലുമല്ല. അത് അത്രയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടില്ല. ഞാൻ ആ കഴിഞ്ഞത് അങ്ങനെ ചെയ്തു, ഇനി പ്രശ്നം ഇങ്ങനെ, അങ്ങനെയുള്ളൊരു ഭാഗ്യമൊന്നും എനിക്ക് തോന്നുന്നു, അതങ്ങനെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കയ്യിൽ വന്ന് പെടുന്ന കഥാപാത്രങ്ങൾ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതിനോട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യും, അത് ഫോളോ അപ്പ് ചെയ്യും അതുമായിട്ട് അല്ലേ. അങ്ങനെ ഒരു തീർച്ചയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് അക്കമ്മയായിട്ടുണ്ട്. അക്കമ്മ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പിന്നെ ബാക്കി കേൾക്കുന്ന സ്ക്രിപ്റ്റുകൾ, ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ എല്ലാ ഘടകങ്ങളും ചേർന്ന് വരുമ്പോഴാണല്ലോ ഒരു സിനിമ നന്നാവുക. അപ്പം സംസാരത്തിലാണ്, ഡിസ്കഷനിലാണ്. സോ എൻ്റെ ആഗ്രഹം എനിക്ക് എന്നെ എല്ലാ ആക്ടേഴ്സിനെ പോലെ തന്നെയും എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ വരുന്ന അവസരങ്ങൾ പോലെയാണുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാനതിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്.